ദേശീയപാതയിലെ ആമ്പല്ലൂർ പുതുക്കാട് മേഖലയിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. ആമ്പല്ലൂർ സെന്റർ മുതൽ പുതുക്കാട് വരെ വാഹനങ്ങളുടെ നിര നീണ്ടു. പാലിയേക്കര ടോൾ പ്ലാസയിൽ CPM പ്രതിഷേധം. കുന്നംകുളത്ത് 4ാം ക്ലാസുകാരനായ വിദ്യാർത്ഥിക്ക് വൈദികനായ അധ്യാപകന്റെ ക്രൂരമർദ്ദനം. വൈദികനെതിരെ ജുവനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം പോലീസ് കേസെടുത്തു. വാടാനപ്പള്ളിയിൽ 16-കാരനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. റഷ്യയിൽ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന് മലയാളികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ അറസ്റ്റിലായ ഏജന്റുമാരെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തേക്കും. റഷ്യൻ പൌരത്വമുള്ള സന്ദീപ് തോമസ്, ചാലക്കുടി സ്വദേശി സുമേഷ് ആന്റണി, തയ്യൂർ സ്വദേശി സിബി എന്നിവരെയാണ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യലിന് വിധേയരാക്കുക. മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ ഏഴാറ്റുമുഖത്തെത്തിയ കാട്ടാനയെ കണ്ടെത്താനുള്ള വനപാലകരുടെ ശ്രമം തുടരുന്നു. ആനയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകാൻ ഡോക്ടർ അരുൺ സ്കറിയരുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തും. വെങ്കിടങ്ങ് കോൾച്ചാലുകളിൽ കനത്ത തോതിൽ ഉപ്പ് നിറഞ്ഞതോടെ കർഷകർ കൃഷിനാശ ഭീഷണിയിൽ. കനാലിൽ നിന്നും ഉപ്പ് കലർന്ന വെള്ളം പടവിലേക്ക് കയറ്റരുതെന്ന് നിർദ്ദേശിച്ച് കൃഷി വകുപ്പ്. വാർത്തകൾ വിശദമായി. ദേശീയപാത ആമ്പല്ലൂർ പുതുക്കാട് മേഖലയിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ വാഹനങ്ങൾ കടന്നുപോകാൻ വീതി കുറഞ്ഞ റോഡ് ഉപയോഗിക്കേണ്ടി വരുന്നതാണ് ഗതാഗത തടസ്സമുണ്ടാകാൻ കാരണം. ആമ്പല്ലൂർ സെന്റർ മുതൽ പുതുക്കാട് വരെ വാഹനങ്ങളുടെ നിര നീണ്ടു. തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന പാതയിലാണ് തിരക്ക് അനുഭവപ്പെട്ടത്. 100 കണക്കിന് വാഹനങ്ങളും നിരവധി യാത്രക്കാരും ദുരിതത്തിലായി. 1.5 കിലോമീറ്ററിലേറെ ദൂരം ഇഴഞ്ഞാണ് വാഹനങ്ങൾ നീങ്ങിയത്. പ്രാദേശിക ഗതാഗതവും താറുമാറായി. സർവീസ് റോഡ് പൂർത്തീകരിക്കാത്തതും ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ട്. അവധി ദിനങ്ങളും വാഹനങ്ങൾ കൂടുതൽ എത്തുന്ന ദിവസങ്ങളിലും ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. ടോൾ പ്ലാസയിലും വാഹനങ്ങളുടെ നീണ്ട നിര പ്രത്യക്ഷപ്പെടാറുണ്ട്. സർവീസ് റോഡ് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചത് യാത്രക്കാരെയും വ്യാപാരികളെയും വലയ്ക്കുകയാണ്. ഗതാഗത കുരുക്ക് രൂക്ഷമായതിനെ തുടർന്ന് പാലിയേക്കര ടോൾ പ്ലാസയിൽ CPM പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. ടോൾ ബൂത്തുകൾ തുറന്ന് വാഹനങ്ങൾ കടത്തിവിട്ടു. CPM ഒല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവുമായി എത്തിയാണ് പ്രവർത്തകർ വാഹനങ്ങൾ കടത്തിവിട്ടത്. 15 മിനിറ്റോളം ടോൾ ബൂത്തുകൾ തുറന്ന് വാഹനങ്ങൾ കടത്തിവിട്ടു. ദേശീയപാതയുടെ ഇരുവശത്തും ഗതാഗത കുരുക്ക് രൂക്ഷമായിട്ടും ടോൾ ബൂത്തുകൾ തുറന്ന് വാഹനങ്ങൾ കടത്തിവിടാൻ ടോൾ കമ്പനി തയ്യാറാകാത്തതിനെ തുടർന്നാണ് CPM പ്രതിഷേധം. CPM ഒല്ലൂർ ഏരിയ സെക്രട്ടറി NN ദിവാകരൻ, ഏരിയ കമ്മിറ്റി അംഗം KM വാസുദേവൻ, MV ഉദയൻ, MK സന്തോഷ്, EK രവി, TK ഹരിദാസ്, അതുൽ കൃഷ്ണ എന്നിവർ നേതൃത്വം നൽകി. വാടാനപ്പള്ളിയിൽ 16-കാരനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. തളിക്കുളം സ്വദേശിയായ +2 വിദ്യാർത്ഥിയെ വാടാനപ്പള്ളി SI ഉൾപ്പെടെ 4 ഉദ്യോഗസ്ഥർ മർദ്ദിച്ചെന്നാണ് പരാതി. കഴിഞ്ഞ ദിവസം നടന്ന പ്രദേശത്തെ കാവടി ഉത്സവത്തിനിടെ ഇരുവിഭാഗം ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയിരുന്നു. ഇതേ തുടർന്ന് 16-കാരൻ ഉൾപ്പെടെയുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം SIയും കണ്ടാൽ അറിയാവുന്ന 4 പോലീസുകാരും ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചെന്ന് കുട്ടി പറഞ്ഞു. അവിടെ ചേച്ചിമാരായിട്ട് സംസാരിക്കുകയും അപ്പം പോലീസുകാർ എന്നിട്ട് എൻ്റെ ജീപ്പ് കയറ്റി എന്നെ പിടിച്ചിടിച്ച് എന്നിട്ട് നേരെ പോലീസ് ആയിട്ട് അവിടെ നിന്ന് ചെറുതിട്ട് അടിച്ച് പിന്നെ നെഞ്ചുമ്മ പിടിച്ചിടിച്ച് അടിച്ചപ്പോൾ എനിക്ക് ശ്വാസം കിട്ടിയിരുന്നില്ല. കുറെ പറഞ്ഞ് ചാട്ടം എനിക്ക് പറ്റണ്ടേ, ഇങ്ങനെ കുഞ്ഞിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ അവിടെ പോയിരുന്നു. എന്നിട്ട് JD പോലീസ് എന്നിട്ട് എൻ്റെ മുഖത്തിലടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറെ പറഞ്ഞു അടിക്കലെന്നാണ് അങ്ങനെ അടിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ സിറ്റങ്ങളും ഇവിടെ നെഞ്ചുമേനൊക്കെ പുറമേ എടുക്കുന്നു. ഇവിടെയൊക്കെ എല്ലാം ഒരു അടിച്ചപ്പോൾ ഒരു ടൈം ചേട്ടു. മർദ്ദിച്ച് അവശനാക്കിയ കുട്ടിയെ പിറ്റേന്ന് ഉച്ചയോടെയാണ് കസ്റ്റഡിയിൽ നിന്നും വിട്ടയച്ചത്. നെഞ്ചിലും പുറത്തും ഏറ്റ ക്രൂരമർദ്ദനത്തെ തുടർന്ന് ശ്വാസമുട്ടലടക്കമുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെട്ട കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് മർദ്ദനത്തിനെതിരെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. കുന്നംകുളത്ത് 4ാം ക്ലാസുകാരനായ വിദ്യാർത്ഥിക്ക് വൈദികനായ അധ്യാപകന്റെ ക്രൂരമർദ്ദനം. കുന്നംകുളം ആർത്താറ്റ് ഹോളി ക്രോസ് വിദ്യാലയത്തിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം നടന്നത്. സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ ഫാദർ ഫെബിൻ കുത്തൂരാണ് കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചത്. സഹപാഠികൾക്കൊപ്പം ഫുട്ബോൾ കളിക്കുമ്പോൾ ചരൽ തെറിപ്പിച്ചു എന്നാരോപിച്ചായിരുന്നു അധ്യാപകൻ മർദ്ദിച്ചത്. ചെവിയിൽ പിടിച്ചു തൂക്കി 100 മീറ്ററോളം കുട്ടിയെ വലിച്ചിഴച്ച് സ്റ്റാഫ് റൂമിലെത്തിച്ചതിനു ശേഷം വടികൊണ്ട് ദേഹമാസകലം ക്രൂരമായി തല്ലുകയും കൈകളിൽ ബലമായി നുള്ളി തൊലിയെടുക്കുകയും ചെയ്തു.
വൈസ് പ്രിൻസിപ്പാളിന്റെ കയ്യിലുണ്ടായിരുന്ന വടി പൊട്ടും വരെ കുട്ടിയെ മർദ്ദിച്ചെന്ന് മാതാപിതാക്കൾ പറയുന്നു. അവശനിലയിലായ കുട്ടിയെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. അധ്യാപകനെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കുന്നംകുളം പോലീസ് കേസെടുത്തു. സ്കൂളിൽ നിന്ന് കളിക്കാൻ വേണ്ടി പ്ലേ ഗ്രൗണ്ടിലേക്ക് പോയി. രണ്ടുപേരും അവനും അവൻ്റെ കൂട്ടുകാരും കൂടി ഫുട്ബോൾ കളിക്കുകയായിരുന്നു. ഫുട്ബോൾ കളിക്കുമ്പോൾ ചരല് ബോൾ അടിക്കുമ്പോൾ തെറിച്ചു. തെറിച്ചതിൻ്റെ ഭാഗമായിട്ട് ആ കുട്ടി അതേപോലെ ചരലിൽ തെറിപ്പിക്കുകയും ചെയ്തു. അത് കുട്ടികൾ തമ്മിലുള്ള ഒരു കളിയുടെ ഭാഗമായിട്ട് നീങ്ങണു. ആ സമയത്താണ് അച്ഛൻ ഇത് മുകളിലിരുന്ന് കാണുന്നത്. അച്ഛൻ വന്ന് രണ്ടുപേരുടെയും ചെവി പിടിച്ച് തൂക്കി കൊണ്ടുപോവുക ചെയ്തത്. തൂക്കി ഒരു 100 മീറ്ററോളം ചെവി തൂക്കി കൊണ്ടുപോയിട്ട് സ്റ്റാഫ് റൂമിൻ്റെ മുന്നിൽ വെച്ചിട്ട് പിന്നെ അടി തുടങ്ങുകയാണ്. അടി തുടങ്ങുമ്പോൾ എൻ്റെ മോൻ കൈ കൂപ്പിയിട്ട് അച്ഛനോട് പറയണ ഇനി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയില്ല, കളിക്കില്ല എന്ന് പറഞ്ഞിട്ടും അടി നിർത്തുന്നില്ല. പുറം മൊത്തം അടിച്ചു തീർത്തു. കാലുമ്മി വടി പൊട്ടി കഴിഞ്ഞപ്പോൾ രണ്ട് കൈ മോൻ്റെ ഇടത്തെ കൈയിനെ നഖം കൊണ്ട് മാംസം നുള്ളിയെടുക്കുക ചെയ്തത്. റഷ്യയിൽ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന മലയാളികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ അറസ്റ്റിലായ ഏജന്റുമാരെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തേക്കും. റഷ്യൻ പൌരത്വമുള്ള സന്ദീപ് തോമസ്, ചാലക്കുടി സ്വദേശി സുമേഷ് ആന്റണി, തയ്യൂർ സ്വദേശി സിബി എന്നിവരെയാണ് പോലീസ് കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക. കഴിഞ്ഞ ദിവസമാണ് എമിഗ്രേഷൻ ആക്ട്, വഞ്ചനാക്കുറ്റം, മനുഷ്യക്കടത്ത് എന്നീ വകുപ്പുകൾ ചുമത്തി മൂവരെയും വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. റഷ്യയിൽ കൊല്ലപ്പെട്ട കുട്ടനെല്ലൂർ സ്വദേശി ബിനിൽ ഭാര്യ ജോയ്സിയുടെയും പരിക്കേറ്റ വടക്കാഞ്ചേരി സ്വദേശി ജേനിന്റെ പിതാവ് കുര്യന്റെയും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മൂവരെയും സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇലക്ട്രീഷ്യൻ ജോലി വാഗ്ദാനം ചെയ്താണ് ജെയിൻ, ബിനിൽ അടക്കം 6 പേരെ റഷ്യയിൽ എത്തിച്ചത്. 5 ദിവസം മുൻപാണ് ബിനിൽ കൊല്ലപ്പെട്ട വിവരം ബന്ധുക്കൾക്ക് ലഭിച്ചത്. മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ ഏഴാറ്റുമുഖത്തെത്തിയ കാട്ടാനയെ വീണ്ടും കണ്ടെത്താനുള്ള വനപാലകരുടെ ശ്രമം തുടരുന്നു. ആന അവശനിലയിലെത്തിയതിനാൽ ചികിത്സ നൽകുന്നതിനാലാണ് വനപാലകർ അന്വേഷണം നടത്തുന്നത്. കഴിഞ്ഞ ജനുവരി 17-ന് വെറ്റിനറി സർജൻ ഡോക്ടർ ബിനോയുടെ നേതൃത്വത്തിൽ നടന്ന നിരീക്ഷണത്തിൽ ആനയുടെ മസ്തകത്തിലെ മുറിവ് വെടിയേറ്റതല്ലെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. നേരത്തെ സംഭവിച്ച മുറിവാണെങ്കിലും എപ്പോഴെങ്കിലും ആരോഗ്യത്തിന് തകരാറുണ്ടായാൽ ചികിത്സ നൽകണമെന്ന് ഡോക്ടർ ബിനോയ് നിർദ്ദേശിക്കുകയും ചെയ്തു. നേരത്തെ ഏഴാറ്റുമുഖത്ത് എണ്ണപ്പനത്തോട്ടത്തിലായിരുന്നു ആനയെ വനപാലകരുടെ സംഘം കണ്ടത്. ഇതിനുശേഷം ഞായറാഴ്ച വരെ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. ഇതിനെ കണ്ടെത്തുകയും ചികിത്സ ആവശ്യമെന്ന് വ്യക്തമായാൽ അത് നൽകുമെന്നും വാഴച്ചാൽ ഡിഎഫ്ഒ ആർ ലക്ഷ്മി പറഞ്ഞു. ആനയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നതിനായി ഡോക്ടർ അരുൺ സ്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തും. വെങ്കിടങ്ങ് കോൾച്ചാലുകളിൽ കനത്ത തോതിൽ ഉപ്പ് നിറഞ്ഞതോടെ കർഷകർ കൃഷിനാശ ഭീഷണിയിൽ. കനാലിൽ നിന്ന് ഉപ്പ് കലർന്ന വെള്ളം പടവിലേക്ക് കയറ്റരുതെന്ന് കൃഷിവകുപ്പ് അധികൃതർ കർഷകർക്ക് മുന്നറിയിപ്പ് നൽകി. വെള്ളം ലഭിച്ചില്ലെങ്കിലും ഉപ്പ് കലർന്ന വെള്ളം നൽകിയാലും നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങും. ഇതുമൂലം വെള്ളം ഇനിയും ആവശ്യമുള്ള പടവുകളിലെ കർഷകർ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. പൊണ്ണമുത കോൾപ്പാടം നടത്തിയ പരിശോധനയിൽ 3.3 ആണ് ഉപ്പിൻ്റെ സാന്ദ്രത. ഇത് 1-ൽ താഴെ മാത്രമേ ആകാവൂ. ഉപ്പിൻ്റെ സാന്ദ്രത ഇത്രയും അധികമുള്ള വെള്ളം പടവിലേക്ക് കയറ്റരുതെന്നും നെൽച്ചെടി കരിഞ്ഞു പോകുമെന്നും വിളവിനെ സാരമായി ബാധിക്കുമെന്നും കൃഷിവകുപ്പ് പറയുന്നു. പൊണ്ണമുത പടവിൽ നെൽകൃഷി ഇപ്പോൾ 80 ദിവസം മാത്രമേ പ്രായമായിട്ടുള്ളൂ. ഇനിയും 40 മുതൽ 45 ദിവസം വരെ വെള്ളം പടവിന് ആവശ്യമുണ്ട്. എലമുത, പടിഞ്ഞാറെ കരിമ്പാടം, കിഴക്കേ കരിമ്പാടം, മധുക്കര തുടങ്ങി വെങ്കിടങ്ങ്, മുല്ലശ്ശേരി പഞ്ചായത്തുകളിലെ 2000 ഏക്കറിലെ കൃഷിയെ ഇത് ബാധിക്കും. ഏനാമാവ് റെഗുലേറ്ററിന് സമീപം ഫെയ്സ് കനാലിൽ താൽക്കാലിക വളയം ബണ്ടിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ വൈകിയതാണ് ഉപ്പുവെള്ളം പുഴയിൽ നിന്ന് ഫെയ്സ് കനാലിലേക്ക് കയറാൻ കാരണമെന്ന് പറയുന്നു. ഫെയ്സ് കനാലിൽ ആവശ്യത്തിന് വെള്ളമുണ്ടെങ്കിലും ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയായതാണ് കർഷകരെ കുടുക്കിയത്. ഫെയ്സ് കനാലിലെ വെള്ളമാണ് പ്രദേശത്തെ കോൾച്ചാലുകളിലെത്തുന്നത്. ചിമ്മണി ഡാമിൽ നിന്ന് ശുദ്ധജലം കനത്ത തോതിൽ ഒഴുക്കിവിട്ടാലേ ഉപ്പിൻ്റെ സാന്ദ്രത കുറയ്ക്കാനാകൂ എന്നതാണ് അവസ്ഥ. ഫെയ്സ് കനാലിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നതിനാൽ ഇനിയും ഡാമിൽ നിന്നുള്ള വെള്ളം എത്തിച്ചേർന്നാൽ കോൾബണ്ടുകളുടെ ബലക്ഷയം അപകട ഭീഷണി ഉയർത്തും. പാടശേഖരങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറിയാൽ വിളവ് ഗണ്യമായി കുറയുകയും നെല്ലിന് തൂക്കമില്ലാത്ത അവസ്ഥയുമാകും. കഴിഞ്ഞ സീസണിലും ഇതായിരുന്നു സ്ഥിതി. ഇത്തവണയും കൊയ്ത്തു തുടങ്ങിയ പടവുകളിൽ വിളവ് കുറവാണെന്നാണ് കർഷകർ പറയുന്നത്. TCV ന്യൂസ്, പാവറട്ടി. ഈഴവർക്ക് നീതി നിഷേധിക്കുന്ന ഭരണകൂടങ്ങൾക്കെതിരെ സന്ധിയില്ലാ പോരാട്ടത്തിന് നേതൃത്വം നൽകുമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. പാർലിക്കാട് നടരാജഗിരിയിൽ ഗുരുദേവൻ സ്ഥാപിച്ച ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ ശതാബ്ദി ആഘോഷ ചടങ്ങിൽ ഓൺലൈനായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SNDPയെ തകർക്കാൻ രാഷ്ട്രീയ കക്ഷികൾ മത്സരിക്കുകയാണ്. അതിൽ ഇടതും വലതുമുണ്ട്.
ഈഴവർ ജാതി പറഞ്ഞാൽ അത് അനീതിയും മറ്റുള്ളവർ പറഞ്ഞാൽ നീതിയുമാകുന്നത് എങ്ങനെയെന്ന് വെള്ളാപ്പള്ളി ചോദിച്ചു. സംസ്ഥാനത്തെ ബുദ്ധിജീവികളെന്ന് സ്വയം അവകാശപ്പെടുന്നവർ ശ്രീനാരായണ ഗുരുദേവന്റെ മഹനീയ ദർശനങ്ങൾ വളച്ചൊടിക്കുകയാണെന്ന് SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ആരോപിച്ചു. SNDP തലപ്പിള്ളി യൂണിയന്റെ കീഴിലുള്ള പാർലിക്കാട് നടരാജഗിരി ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പ്രതിഷ്ഠാ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂണിയൻ പ്രസിഡന്റ് MS ധർമ്മരാജൻ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി TR രാജേഷ്, കൌൺസിലർ IG പ്രസന്നൻ, കാലടി സംസ്കൃത കലാശാല പ്രൊഫസർ MV നടേശൻ, യോഗം ബോർഡ് അംഗം VV ശിവദാസൻ എന്നിവർ സംസാരിച്ചു. ക്ഷേത്രം ഊട്ടുപുരയുടെ തറക്കല്ലിടലും ചടങ്ങിൽ നടന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന കലാജാഥയുടെ മധ്യമേഖലാ പരിശീലന ക്യാമ്പ് തുടങ്ങി. ഇന്ത്യ സ്റ്റോറി എന്ന പേരിലുള്ള 1 മണിക്കൂർ ദൈർഘ്യമുള്ള നാടകാവതരണമാണ് കലാജാഥയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നാടകപ്രവർത്തകൻ KV ഗണേഷ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പുസ്തകം സമ്മാനിച്ച് അദ്ദേഹം കലാകാരന്മാരെ സ്വീകരിച്ചു. 10 കലാകാരന്മാരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. പരിഷത്ത് മേഖലാ പ്രസിഡന്റ് പ്രീത ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പരിഷത്ത് മധ്യമേഖലാ സെക്രട്ടറി P അരവിന്ദാക്ഷൻ, കേന്ദ്ര നിർവാഹക സമിതി അംഗങ്ങളായ P പ്രദോഷ്, V മനോജ് കുമാർ, ജില്ലാ സെക്രട്ടറി TV രാജു, മേഖലാ സെക്രട്ടറി VK മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. റിപ്പബ്ലിക് ദിനത്തിൽ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മധ്യമേഖലാ കലാജാഥ 5 ജില്ലകളിലെ പര്യടനത്തിന് ശേഷം ഫെബ്രുവരി 11 വൈക്കത്ത് സമാപിക്കും. ഇതേസമയം ഉത്തരമേഖല, ദക്ഷിണമേഖലാ ജാഥകളും പര്യടനം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തൃശൂർ തപസ്യ കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി സ്മാരക പുരസ്കാര സമർപ്പണ സമ്മേളനം സംഘടിപ്പിച്ചു. എഴുത്തുകാരനും നിരൂപകനുമായ ഡോക്ടർ SK വാസന്തൻ സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും സംസ്ഥാനാടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച കഥാ കവിതാ മത്സര വിജയികൾക്കുള്ള പുരസ്കാര സമർപ്പണവും നിർവഹിച്ചു. തപസ്യ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ TP സുധാകരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി TS നീലാംബരൻ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PC സുരേഷ്, സുനിത സുകുമാരൻ, സുരേഷ് വനമിത്ര തുടങ്ങിയവർ സംസാരിച്ചു. ചെങ്ങാലൂർ മനക്കിലക്കടവ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ പൈപ്പുകൾ തുടർച്ചയായി പൊട്ടുന്നത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്നു. കാലാഹരണപ്പെട്ട പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വേനൽക്കാലത്ത് കാർഷികാവശ്യങ്ങൾക്കും പ്രദേശത്തെ കിണറുകളിലെ ജലനിരപ്പ് നിലനിർത്തുന്നതിനും ആരംഭിച്ച മണക്കിലക്കടവ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ 40 വർഷം പഴക്കമുള്ള പൈപ്പുകളാണ് തുടർച്ചയായി പൊട്ടുന്നത്. വർഷങ്ങളായി കുടിവെള്ള പൈപ്പ് പൊട്ടുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. മണക്കിലക്കടവ് മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപമാണ് പൈപ്പ് പൊട്ടിയത്. ഇതോടെ 1 മാസമായി പമ്പിംഗ് നിർത്തിയിരിക്കുകയാണ്. ഇതുമൂലം പ്രദേശത്തെ കർഷകരാണ് കൂടുതൽ ദുരിതത്തിലായിരിക്കുന്നത്. ജാതി, വാഴ അടക്കമുള്ളവ ഉണങ്ങി നശിക്കാൻ തുടങ്ങി. 1987 സ്ഥാപിച്ച 70 mm കോൺക്രീറ്റ് പൈപ്പുകൾ 20 വർഷത്തേക്കെന്ന വ്യവസ്ഥയിലാണ് സ്ഥാപിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. എന്നാൽ കാലപ്പഴക്കം മൂലം ഇവ പലയിടത്തും പൊട്ടുന്ന കാഴ്ചയാണ്. കഴിഞ്ഞ കൊല്ലം സമാന സ്ഥിതിയുണ്ടായപ്പോൾ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കുമടക്കം പരാതി നൽകിയിട്ടും പൈപ്പുകൾ മാറ്റാൻ നടപടിയുണ്ടായില്ല. പൈപ്പ് പൊട്ടുമ്പോൾ അറ്റകുറ്റപ്പണികൾ നടത്തുകയാണ് ചെയ്യുന്നത്. മണക്കൽ കടവിൽ നിന്നും കുറുമാലിപ്പുഴയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് 900 മീറ്റർ ദൂരെ മാറി കുഞ്ഞുപറമ്പിലാണ് വെള്ളം എത്തിക്കുന്നത്. ഇവിടെ നിന്നും ചെറുചാലുകൾ വഴിയും കനാൽ വഴിയുമാണ് ജലവിതരണം നടക്കുന്നത്. അടിക്കടി പൈപ്പ് പൊട്ടുന്നത് ജലവിതരണത്തെ ആകെ ബാധിക്കുന്നുണ്ട്. മണക്കിലക്കടവ് പമ്പ് ഹൗസിലെ 3 മോട്ടോറുകളിൽ 1 മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ജില്ലയിലെ ഏറ്റവും വലിയ പമ്പ് ഹൗസുകളിൽ ഒന്നായ മണക്കിലക്കടവ് പമ്പ് ഹൗസിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV പുതുക്കാട്. വിവാഹത്തിരക്കിലമർന്ന ഗുരുപവനപുരി. ക്ഷേത്രദർശനത്തിനും അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത്. മകരമാസത്തിലെ ആദ്യ ഞായറാഴ്ച 248 വിവാഹങ്ങളാണ് ക്ഷേത്രത്തിൽ ഷീട്ടാക്കിയിരുന്നത്. തിരക്ക് കണക്കിലെടുത്ത് 5 വിവാഹ മണ്ഡപങ്ങളാണ് ഒരുക്കിയിരുന്നത്. പുലർച്ചെ 5 മുതൽ താലികെട്ട് ആരംഭിച്ചു. താലികെട്ടിന് കാർമ്മികത്വം വഹിക്കാൻ കൂടുതൽ കോയ്മമാരെയും മംഗളവാദ്യ സംഘത്തെയും നിയോഗിച്ചിരുന്നു. വരനും വധുവുമടങ്ങുന്ന വിവാഹ സംഘത്തിന് വിശ്രമിക്കാൻ പ്രത്യേകം സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ഓരോ വിവാഹ സംഘത്തിലും ഫോട്ടോഗ്രാഫർമാർ ഉൾപ്പെടെ 24 പേരെ മാത്രമാണ് വിവാഹ മണ്ഡപത്തിനടുത്തേക്ക് പ്രവേശിപ്പിച്ചത്. ക്ഷേത്ര ദർശനത്തിനും അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത്. തിരക്ക് കണക്കിലെടുത്ത് നിർമ്മാല്യ ദർശനം മുതൽ ഭക്തരെ കൊടിമരത്തിന് സമീപം വഴിനേരെ നാലമ്പലത്തിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. ക്ഷേത്രത്തിനകത്ത് പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, ശയനപ്രദക്ഷിണം എന്നിവയ്ക്ക് അനുമതി ഉണ്ടായിരുന്നില്ല. തിരക്ക് നിയന്ത്രിക്കാനും ഭക്തരുടെ സുരക്ഷയും കണക്കിലെടുത്ത് കൂടുതൽ സെക്യൂരിറ്റി ജീവനക്കാരെയും പോലീസിനെയും നിയോഗിച്ചിരുന്നു.
വടക്കാഞ്ചേരി ഉത്രാളിക്കാവിന് സമീപം വീണ്ടും വാഹനാപകടം. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് മലപ്പുറത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് മലപ്പുറം സ്വദേശികളായ 2 പേർക്ക് പരിക്കേറ്റു. ഉത്രാളിക്കാവിന് സമീപമുള്ള ഇറക്കത്തിലാണ് കാർ നിയന്ത്രണം വിട്ട് പാതയോരത്തെ ഓടയിലേക്ക് മറിഞ്ഞത്. സമീപത്തെ ദിശാബോർഡും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പും തകർത്താണ് കാർ കാനയിലേക്ക് പതിച്ചത്. എരുമപ്പെട്ടി മങ്ങാട് 4-ാം കല്ലിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് വൈദ്യുതി തൂൺ ഒടിഞ്ഞു. അപകടത്തിൽ കാറിന്റെ മുൻവശം തകർന്നു. കുന്നംകുളം ഭാഗത്തുനിന്ന് വരികയായിരുന്ന കാറാണ് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചത്. നിയന്ത്രണം വിട്ട കാർ പാതയോരത്തെ കാനയിലേക്ക് മറിഞ്ഞു. കാറിൽ ഉണ്ടായിരുന്ന യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കൊടുങ്ങല്ലൂർ എറിയാട് അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് മോഷണം. പണവും മൊബൈൽ ഫോണും കവർന്നു. എറിയാട് പത്താഴപ്പുരയ്ക്കൽ ഷമീറിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. തൊഴിലാളികൾ ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. 10,000 രൂപയും മൊബൈൽ ഫോണും ബാഗും നഷ്ടപ്പെട്ടതായി തൊഴിലാളികൾ പറഞ്ഞു. മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കെട്ടിട ഉടമ ഷമീർ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി. അയൽവാസിയുടെ വളർത്തുനായയുടെ ആക്രമണത്തിൽ 11-കാരിക്ക് ഗുരുതര പരിക്ക്. മുണ്ടത്തിക്കോട് തിരുത്തിപ്പറമ്പ് നീലോത്ത് വീട്ടിൽ നേഹയുടെ മകൾ അമേയയ്ക്കാണ് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ശനിയാഴ്ച വൈകിട്ട് കുട്ടിയും ചേച്ചിയും കൂടി വീടിന്റെ ഗേറ്റ് പൂട്ടാൻ പോയപ്പോൾ പാഞ്ഞുവന്ന നായ പെൺകുട്ടിയെ ആക്രമിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ മുഖത്തും പുറത്തും കൈക്കാലുകളിലും നെഞ്ചിലും കടിയേറ്റു. ഒപ്പമുണ്ടായിരുന്ന 13 വയസ്സുള്ള ചേച്ചി നായയെ ബഹളം വെച്ചും വടിയെടുത്തടിച്ചും ഓടിക്കാൻ ശ്രമിച്ചപ്പോൾ നായ ചേച്ചിയെയും ആക്രമിക്കാൻ ശ്രമിച്ചു. ഏറെ നേരത്തെ മൽപ്പിടുത്തത്തിന് ശേഷം പരിക്കേറ്റ പെൺകുട്ടി തന്നെ നായയെ എടുത്തെറിയുകയായിരുന്നു. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അമ്മ നേഹ എത്തിയാണ് കുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മുഖത്ത് പരിക്കേറ്റ പെൺകുട്ടിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ പിക്കപ്പ് വാൻ കത്തിനശിച്ചു. കോഴിവേസ്റ്റുമായി ഊരകം ഭാഗത്തേക്ക് പോയ വാഹനമാണ് കത്തിനശിച്ചത്. വാഹനത്തിന്റെ മുൻവശത്ത് നിന്ന് പുക ഉയരുന്നത് കണ്ട് ഡ്രൈവർ പുറത്തിറങ്ങിയതിനാൽ വലിയ അപകടം ഒഴിവായി. ഉടൻ തന്നെ വാഹനത്തിൽ നിന്ന് തീ ആളിപ്പടരുകയായിരുന്നു. പിക്കപ്പിന്റെ മുൻഭാഗം പൂർണ്ണമായും കത്തിനശിച്ചു. പുതുക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സാണ് തീ അണച്ചത്. പോലീസും സ്ഥലത്തെത്തിയിരുന്നു. മാള കുണ്ടൂർ പെരിഞ്ഞനത്ത് വീടിന് മുന്നിലിരുന്നവർക്ക് നേരെ കുറുനരികളുടെ ആക്രമണം. ചുങ്കത്തുപറമ്പിൽ വിനോദിന്റെ വീട്ടിൽ വെച്ച് കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. വിനോദിനൊപ്പം വീട്ടിൽ സംസാരിച്ചിരുന്ന KR സംജാദ്, തടിമുറ്റത്ത് ശരത് ബാബു എന്നിവർക്കാണ് സാരമായി പരിക്കേറ്റത്. കാലിൽ പരിക്കേറ്റ ഇരുവരും ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. മേഖലയിൽ കുറുനരികളുടെ ശല്യം വ്യാപകമാണെന്ന് വാർഡ് മെമ്പർ റൂസ്മി രാജു പറഞ്ഞു. അങ്ങനെ അത് അവിടുന്ന് ഓടി വന്നുകൊണ്ട് സംജാതനെ പിടിച്ച് പെട്ടെന്ന് കടിച്ചു. അങ്ങനെ ഞാൻ പത്തലൊക്കെ എടുത്ത് അടിച്ചിട്ടും ഇതാനും ഒരു രക്ഷയുണ്ടായില്ല. കുറേ കടിയൊക്കെ അവനെ കടിച്ച്. എനിക്കൊന്നും പറ്റിയില്ല. അവനെ ചാലക്കുടി കൊണ്ട് ഇങ്ങനെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് തക്കുവിനെ കടിച്ചിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ശാരദമാണ് ഇവിടെ ഇപ്പൊ കണ്ടമാനം കുറുക്കന്റെ ശല്യമാണ്. അപ്പൊ അതിനൊരു വടി ഓടിച്ചെന്നാണ് കടിക്കുന്നത്. വീട്ടിലൊക്കെ കയറി വന്ന്. ഉത്രാളിക്കാവ് പൂര പങ്കാളിയായ എങ്കക്കാട് ദേശത്തിന്റെ കാഴ്ചപ്പന്തലിന്റെ കാൽനാട്ട് കർമ്മം ഉത്രാളിക്കാവ് പാടത്ത് നടന്നു. ക്ഷേത്രം മേൽശാന്തി ഗോപാലകൃഷ്ണൻ, കോമരം പള്ളിയത്ത് മാധവൻ നായർ എന്നിവരുടെ നേതൃത്വത്തിൽ പൂജകൾ നടന്നു. എങ്കക്കാട് ദേശം പ്രസിഡന്റ് TP ഗിരീശൻ, ജനറൽ സെക്രട്ടറി PR സുരേഷ് കുമാർ, ട്രഷറർ MP പ്രമോദ്, പൂരം ചീഫ് കോർഡിനേറ്റർ കണ്ണൻ തുളസി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് മല്ലയ്യ, മുഖ്യ രക്ഷാധികാരി വിജയൻ മാരാത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. നിർമ്മാണം തുടങ്ങി 2 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും പൂർത്തിയാകാത്ത ആറ്റപ്പള്ളി പാലം സഞ്ചാരയോഗ്യമാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം. നന്ദിപുരം സ്വദേശി ചെതലൻ ജോസഫ് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിലാണ് ഉത്തരവ്. പാലത്തിന്റെ അനുബന്ധ റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ ഭാഗികമായുണ്ടായിരുന്ന ഗതാഗതവും അവതാളത്തിലായിരുന്നു. പാലത്തിന്റെ ഒരു വശത്ത് താഴ്ന്നുപോയ റോഡ് അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് കോടതി നിർദ്ദേശം. മട്ടത്തൂർ ഭാഗത്തേക്ക് ഗതാഗതം ഉറപ്പാക്കാൻ തൃശൂർ ഇറിഗേഷൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കേസ് മാർച്ച് 13 മാറ്റിവെച്ചു. എന്നാൽ അനുബന്ധ റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിച്ച് വാഹന ഗതാഗതത്തിന് യോഗ്യമാക്കണമെന്ന് പറഞ്ഞ കോടതി ഇനിയും പാലത്തിന്റെ അനുബന്ധ റോഡിൽ തകരാറുകൾ സംഭവിച്ചാൽ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഹർജിക്കാരന് അവകാശമുണ്ടെന്നും പറഞ്ഞു.
സംസ്ഥാന ജലസേചന വകുപ്പ് സെക്രട്ടറി, ചീഫ് എഞ്ചിനീയർ, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സെൻട്രൽ സർക്കിൾ തൃശൂർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തൃശൂർ ഇറിഗേഷൻ ഡിവിഷൻ എന്നിവരെ എതിർകക്ഷിയാക്കി സമർപ്പിച്ച ഹർജിയിൽ ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് എസ് മനു എന്നിവരുടെ ബെഞ്ചാണ് ഉത്തരവിട്ടത്. 2006 നബാർഡിന്റെ 4.75 കോടി രൂപ കൊണ്ട് ആരംഭിച്ച നന്ദിപുലം ആറ്റപ്പള്ളി റെഗുലേറ്റർ പാലം നിശ്ചിത സമയത്ത് പൂർത്തിയാകാതിരുന്നതോടെ സർക്കാർ 7 കോടി രൂപ കൂടി അനുവദിച്ചിരുന്നു. എന്നാൽ ഇതുവരെ പാലം പണി പൂർത്തിയായില്ല. ഈ സാഹചര്യത്തിൽ അധികൃതരുടെ അനാസ്ഥയും കാലതാമസവും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. TCV പുതുക്കാട്. കലയുടെയും സാഹിത്യത്തിന്റെയും രംഗത്ത് 50 വർഷം പിന്നിട്ട കാവിൽ രാജനെ ആദരിക്കാനായി തൃശൂർ സർഗസുരത്തിന്റെ ആഭിമുഖ്യത്തിൽ സാഹിത്യ അക്കാദമിയിൽ ആദരസന്ധ്യ സംഘടിപ്പിച്ചു. പ്രശസ്ത നാടകകൃത്ത് CL ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. കാവിൽ രാജന്റെ നാടകജ്വരം, മലയാള ചലച്ചിത്ര ഗാനങ്ങളിലൂടെ എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനം MR നായർക്ക് നൽകി ചലച്ചിത്ര നിരൂപകൻ I ഷൺമുഖദാസ് നിർവഹിച്ചു. സർഗസ്വരം വൈസ് പ്രസിഡന്റ് സുദർശനം സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ, ചലച്ചിത്ര നിരൂപകൻ ഡോക്ടർ അരവിന്ദൻ വല്ലച്ചിറ, CR ദാസ്, സർഗസ്വരം സെക്രട്ടറി ജോയ് ചിറമേൽ തുടങ്ങിയവർ സംസാരിച്ചു. മാത്രമല്ല നടത്തുക, മറിച്ച് നമ്മുടെ കാലത്തിന്റെ കൈപിടിച്ച് കടന്നു വന്ന കവിയാണ്. അത് അദ്ദേഹം സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്. ജോയി മാഷ് ഓരോ വാക്ക് എണ്ണി പറയാനുള്ള സമയമുള്ളൂ, കുറേ പേര് സംസാരിക്കാനുണ്ട്. കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മണി കൊല്ലം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് നീലകണ്ഠൻ നമ്പൂതിരി അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി K പ്രധാൻ, ഉല്ലാസ് രാജ്, KV സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. ഭിന്നശേഷി വിഷയത്തിന്റെ പേരിൽ എയ്ഡഡ് മേഖലയിൽ നടപ്പിലാക്കിയിരുന്ന നിയമന നിരോധനം പിൻവലിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. യാക്കോബായ സുറിയാനി സഭ തൃശൂർ ഭദ്രാസനം മർത്ത മറിയം വനിതാ സമാജത്തിന്റെ മെഗാ കുടുംബ സംഗമം തൃശൂരിൽ നടന്നു. ടൗൺ ഹാളിൽ നടന്ന സംഗമം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്തു. ഭദ്രാസന മെത്രാപ്പൊലീത്ത കുര്യാക്കോസ് മോർ ക്ലീമിസ് അധ്യക്ഷത വഹിച്ചു. ഭദ്രാസന വൈസ് പ്രസിഡന്റ് ഫാദർ ജിജു വർഗീസ്, സെക്രട്ടറിമാരായ ഫാദർ ജേസൺ ജോൺ, സിജി ഏലിയാസ്, ജോയിന്റ് സെക്രട്ടറി റെജി പൌലോസ്, അഖില മലങ്കര ജനറൽ സെക്രട്ടറി മേരിക്കുട്ടി പീറ്റർ, സൺഡേ സ്കൂൾ ഡയറക്ടർ CP ബെന്നി, പ്രോഗ്രാം കൺവീനർ ഫാദർ വികാസ് വടക്കൻ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് വനിതാ സമാജം അംഗങ്ങളുടെയും കുട്ടികളുടെയും കലാപരിപാടികൾ അരങ്ങേറി. റജിച്ചേട്ടനോടും ഫാദർ ജിജു വർഗീസിനോടുമൊക്കെ നേരത്തെ തന്നെ ഏറ്റതാണ്. മാനാമംഗലത്ത് നിന്ന് ഇങ്ങോട്ടുള്ള യാത്രക്കിടയിൽ 2 അപകടങ്ങൾ വഴിയിലുണ്ടായി. എൻ്റെ വാഹനത്തിനല്ല, എങ്കിലും കണ്ട് നോക്കി പോരാൻ പറ്റാത്ത വിധത്തിലുള്ള മനസ്സ് നമുക്കെല്ലാവർക്കും ഉള്ളതുകൊണ്ട് 2 അപകടങ്ങളുടെയും മുമ്പിൽ ഇറങ്ങേണ്ടി വന്നു. ഇത്തിരി നേരം ട്രാഫിക് തടസ്സവും ഉണ്ടായി. 2 കൂടിയായപ്പോൾ എത്തിച്ചേരാനുള്ള നേരം ഇത്തിരി വൈകി. പാലത്തിന്റെ 50ാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങി ഒരു ഗ്രാമം. നാടിന്റെ കൂട്ടായ്മയൊരുക്കി മുഴുവൻ കുടുംബങ്ങളെയും ആഘോഷത്തിന്റെ ഭാഗമാക്കി ടാലന്റ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടുന്നതിനും സംഘാടകർക്ക് ലക്ഷ്യമുണ്ട്. പാലത്തിന്റെ വാർഷികം ആഘോഷിക്കുക കേൾക്കുമ്പോൾ കൗതുകവും അതിശയവും തോന്നുന്നില്ലേ? എന്നാൽ ഒട്ടും അതിശയിക്കേണ്ട. വേലൂർ പഞ്ചായത്തിലെ പാത്രമംഗലം പാലത്തിന്റെ വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ഒരു നാടിന്റെ പുരോഗമനത്തിന് ഒരു പാലം നിമിത്തമാകുക, അതാണ് വേലൂർ പഞ്ചായത്തിലെ പാത്രമംഗലം പാലത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് പാലം നിർമ്മിച്ചതിന്റെ 50ാം വാർഷികം ആഘോഷിക്കാൻ നാട്ടുകാർ തീരുമാനിച്ചത്. ജനുവരി 26 റിപ്പബ്ലിക് ഡേ ദിനത്തിലാണ് നാട്ടുകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ നടത്തുന്നത്. പ്രവാസിയായ അഷ്റഫ് മുഹമ്മദുണ്ണിയാണ് ശ്രദ്ധേയമായ ഈ ആശയം മുന്നോട്ട് വെച്ചതും ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നതും. ഇപ്പോൾ അതിന് 50 വർഷം തികയാണ്. വളരെ ആദർശമായിട്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്, 50ാം വാർഷികം ആഘോഷിക്കാനുള്ളത്. അത് ഒരു റീസൺ ആയിട്ട് വെച്ചിട്ട് നമ്മുടെ ഗ്രാമത്തിലുള്ള മുഴുവൻ വീടുകളെയും നമ്മളിതിൽ ആദരിക്കുകയാണ്. നമ്മുടെ ഗ്രാമീണ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഓരോ വീടുകളെയും നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഓരോ മെമൻറ്റോ കൊടുക്കുന്നുണ്ട്. ടാലന്റ് ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ ആളുകൾ അത് അറിഞ്ഞിട്ട് ഇതിനൊരു വേൾഡ് റെക്കോർഡ് സാധ്യത ഉണ്ട് എന്നുള്ള ഒരു ആശയം പറഞ്ഞു. അപ്പൊ ആ ഒരു അറ്റംപ്റ്റും കൂടി നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. 1971 മന്ത്രിയായിരുന്ന NK ശേഷനാണ് MLA ആയിരുന്ന ASN നമ്പീശന്റെ അഭ്യർത്ഥന പ്രകാരം പാത്രമംഗലം പാലത്തിന് ഫണ്ട് അനുവദിച്ചത്. പൊതുപ്രവർത്തകനായിരുന്ന TN നാമംഗലമാണ് പാലത്തിനു വേണ്ടി പരിശ്രമിച്ചത്. നാട്ടുകാരുടെ ശ്രമദാനവും മുതൽക്കൂട്ടായി.
1974 ഡിസംബറിൽ പണി പൂർത്തിയായ പാലം 1975 ജനുവരി 25 ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. ടി എൻ നാമംഗലം എൻ്റെ മുത്തച്ഛനാണ്. ടി എൻ നാമംഗലത്തിൻ്റെ ഒക്കെ ഒരു മുൻകൈ അതിൻ്റെ പിന്നിലുണ്ട്. അന്നത്തെ കാലത്ത് മന്ത്രിയായിരുന്ന ശേഷനായിരുന്നു, MLA ആയിട്ട് AS നമ്പീശനും ഉണ്ടായിരുന്നു. അവരൊക്കെ കൂടിയിട്ടുള്ള ഒരു ഒത്തായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പാലം ഇവിടെ വന്നതെന്നും അന്ന് കാലത്ത് ഇത് നമ്മുടെ പരമ്പ് കൃഷിയിലും കൃഷിപ്പണിയിലും മറ്റുള്ള വിവിധ മേഖലകളിൽ വളരെ കഴിവ് തെളിയിച്ചിരുന്ന ഒരുപാട് പാത്രമംഗലത്തെ ജനങ്ങൾ ഇതിന്റെ പിന്നിലെ അവരുടെ വിയർപ്പും അവരുടെ അധ്വാനം ഈ പാല നിർമ്മിതിയുടെ പിന്നിലുണ്ട്. വടക്കാഞ്ചേരി കേച്ചേരി പുഴയ്ക്ക് മീതെ ഗതാഗത സൗകര്യത്തോടു കൂടിയുള്ള പാലം വന്നതോടെ കാർഷിക വ്യവസായിക പഞ്ചായത്തായ വേലൂരിനെ അത് വലിയ മുതൽക്കൂട്ടായി. കേരളത്തിലെ ഏറ്റവും വലിയ കളിമൺ പാത്ര നിർമ്മാണ കേന്ദ്രമുള്ള പാത്രമംഗലവും പച്ചക്കറി നെൽകൃഷികളിൽ പേരുകേട്ട പുലിയന്നൂരും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന പാലം കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയും കേച്ചേരി തൃശൂർ പാതയും ബന്ധിപ്പിക്കുന്ന എളുപ്പ മാർഗമാണ്. നിർമ്മാണത്തിലെ സവിശേഷത കൊണ്ട് 2 മഹാപ്രളയങ്ങളെ അതിജീവിച്ച പാലം പഴയകാല പ്രതാപത്തോടെ ഇപ്പോഴും തലയുയർത്തി നിൽക്കുന്നു. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് രൂപം നൽകിയിരിക്കുന്നത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോട് കൂടിയുള്ള മഹാഘോഷയാത്ര, പ്രഗത്ഭർ പങ്കെടുക്കുന്ന പൊതുസമ്മേളനം, ഗ്രാമത്തിലെ 350 കുടുംബങ്ങളെയും നിർമ്മാണത്തിൽ പങ്കാളികളായ നാട്ടുകാരെയും ഉദ്യോഗസ്ഥരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും കർഷകരെയും തൊഴിലാളികളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ഉപഹാരം നൽകി ആദരിക്കൽ എന്നിവയാണ് പ്രധാന പരിപാടികൾ. ഇതോടൊപ്പം സദ്യയും കലാപരിപാടികളും ഉണ്ടാകും. ഈ ആഘോഷം ടാലന്റ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും സംഘാടകർ നടത്തുന്നുണ്ട്. പാലത്തിന്റെ 50ാം വാർഷികം പാത്രമംഗലം ഗ്രാമത്തിലെ മുഴുവൻ കുടുംബങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഉത്സവമാക്കി മാറ്റുവാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. കുന്നംകുളം അഞ്ഞൂർ പാർക്കാടി പൂരത്തിനിടെ സംഘർഷം, 2 പോലീസുകാർ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. CPM അനുകൂല പൂരാഘോഷ കമ്മിറ്റിയായ കോസ്കോയിലെ അംഗങ്ങളും അഞ്ഞൂർ സ്വദേശികളുമായ സുനേഷ്, പ്രസാദ് എന്നിവർക്കും കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ നിഖിൽ, ചേലക്കര സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ അതുൽ കൃഷ്ണ എന്നിവർക്കുമാണ് പരിക്കേറ്റത്. കോസ്കോ ക്ലബ്ബിൽ മുൻപ് പ്രവർത്തിച്ചിരുന്ന ജിതിൻ എന്ന വ്യക്തിയെ പോലീസ് അന്വേഷിച്ചു വരികയും ഇയാളെ കിട്ടാതെ വന്നപ്പോൾ വൈരാഗ്യത്തിന്റെ പേരിൽ തങ്ങളെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് മർദ്ദനത്തിനിരയായ കോസ്കോ ക്ലബ്ബ് അംഗങ്ങൾ പറഞ്ഞു. എന്നാൽ ഇരു ടീമുകൾ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്നാണ് ലാത്തി വീശിയതെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ പരിക്കേറ്റ് കുന്നംകുളത്തെ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരെ CPM നേതാക്കൾ സന്ദർശിച്ചു. ജില്ലാ വോളിബോൾ അസോസിയേഷനും ചാലക്കുടി വോളി ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിച്ച സംസ്ഥാന യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഇരുവിഭാഗങ്ങളിലും കോഴിക്കോട് ജില്ലാ ടീമിന് വിജയം. വനിതാ വിഭാഗം മത്സരത്തിൽ പാലക്കാടിനെയാണ് പരാജയപ്പെടുത്തിയത്. പുരുഷ വിഭാഗത്തിൽ ആതിഥേയരായ തൃശൂരാണ് കോഴിക്കോടിനോട് അടിയറവ് പറഞ്ഞത്. നേരിട്ടുള്ള സെറ്റുകൾക്കാണ് വിജയം. ചാലക്കുടി മുനിസിപ്പൽ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടന്നത്. സനീഷ് കുമാർ ജോസഫ് MLA സമ്മാനദാനം നിർവഹിച്ചു. ഇനി വാണിജ്യം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്തെ പ്രമുഖ സ്ഥാപനമായ വാട്ടർമെലൺ ആഡ്സ് ആൻഡ് അക്കാദമിയുടെ 6ാമത് ഫ്രാഞ്ചൈസി തൃശൂർ മണ്ണുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചു. കൊടുങ്ങല്ലൂർക്കാവ് ക്ഷേത്രത്തിന് സമീപം ചന്ദ്രൻസ് കാസിലെ 1ാം നിലയിൽ ആരംഭിച്ച വാട്ടർമെലൺ ആർട്സ് ആൻഡ് അക്കാദമി ഫ്രാഞ്ചൈസി ഉടമ ആൻഡ്രിനോയുടെ മാതാപിതാക്കളായ ഡിക്സൺ വർഗീസ്, സീന എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ചേതന മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഫാദർ ബെന്നി ചിറമേൽ ആശീർവാദകർമ്മം നിർവഹിച്ചു. കോലടി റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KM സജീവ് വിശിഷ്ടാതിഥിയായി. വാട്ടർമെലൺ ആർട്സ് ആൻഡ് അക്കാദമി CEO ദീപു K ദിവാകരൻ ഫ്രാഞ്ചൈസി ഉടമ ആൻഡ്രിനോയ്ക്ക് ഫ്രാഞ്ചൈസി സർട്ടിഫിക്കറ്റ് കൈമാറി. വാട്ടർമെലൺ ആർട്സ് ആൻഡ് അക്കാദമി ഡയറക്ടർ അഞ്ജു കൃഷ്ണൻ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, വാട്ടർമെലൺ ടീം അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഗൂഗിളിലും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും സ്ഥാപനങ്ങളുടെയും മറ്റും പരസ്യവും പ്രൊമോഷനും ചെയ്യുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ 13 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമാണ് വാട്ടർമെലൺ ആർട്സ് ആൻഡ് അക്കാദമിക്കുള്ളത്.
ഡിജിറ്റൽ മാർക്കറ്റിംഗിന് പുറമെ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കായി ജോലി സാധ്യത ഏറെയുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുകളും അക്കാദമി നടത്തിവരുന്നുണ്ട്. ഇന്ത്യക്ക് പുറമെ 15 രാജ്യങ്ങളിലായുള്ള 700-ൽ പരം ഇന്റർനാഷണൽ ഉപഭോക്താക്കളുമായി അനുദിനം മുന്നേറുന്ന വാട്ടർമെലൻ ആർട്സ് ആൻഡ് അക്കാദമി മികച്ച ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിക്കുള്ള അവാർഡും കരസ്ഥമാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 7306086345 9074340803. 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യ നാടൻ വിഭവങ്ങളുടെ രുചിക്കൂട്ടുമായി ടേസ്റ്റ് മന്ത്ര റെസ്റ്റോറന്റ് ഗുരുവായൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ റോഡിൽ തൈക്കാട് പെട്രോൾ പമ്പിന് സമീപം പ്രവർത്തനം ആരംഭിച്ച ടേസ്റ്റ് മന്ത്ര റെസ്റ്റോറന്റ് ഷെഫ് സുരേഷ് പിള്ള ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, കൗൺസിലർമാരായ KPA റഷീദ്, സുബിത സുധീർ, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഗുരുവായൂർ യൂണിറ്റ് പ്രസിഡന്റ് OKR മണികണ്ഠൻ, ലോർഡ് ജോണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് GK പ്രകാശൻ, ഗുരുവായൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് R ജയകുമാർ, സ്ഥാപന ഉടമ ഷെഫ് MR ദിലീപ് കുമാർ തുടങ്ങിയവർ സന്നിഹിതരായി. നാവിൽ കൊതിയൂറുന്ന സൗത്ത് ഇന്ത്യൻ പരമ്പരാഗത നാടൻ വിഭവങ്ങളുടെ കലവറയുമായാണ് ടേസ്റ്റ് മന്ത്ര പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സീ ഫുഡുകളുടെ നീണ്ട മെനു തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മീൻ കലക്കാച്ചി, നെയ്മീൻ തവ ഫ്രൈ തുടങ്ങിയ വിഭവങ്ങൾക്ക് പുറമെ ടേസ്റ്റ് മന്ത്രയുടെ മാസ്റ്റർ പീസായ മന്ത്ര മീൻ കറി, ചൂണ്ടക്കാരൻ കൊഞ്ച്, എല്ലാത്തരം കടൽ മത്സ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള സീ ഫുഡ് ബക്കറ്റ് എന്നിവയുമുണ്ട്. കൂടാതെ ബാംബു ബിരിയാണി, ചട്ടി ബിരിയാണി, മഡ്ക ബിരിയാണി തുടങ്ങി നിരവധി തരം ബിരിയാണികളും സ്വർഗീയ കോഴി, എരിപ്പൊരി കോഴി, പിടിയും കോഴിയും തുടങ്ങിയ ചിക്കൻ വിഭവങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ മട്ടൺ ബീഫ് വിഭവങ്ങളുമുണ്ട്. മാംസവിഭവങ്ങൾക്ക് പുറമെ കപ്പ, മധുരക്കിഴങ്ങ്, ചേമ്പ് തുടങ്ങി വെജിറ്റേറിയൻ വിഭവങ്ങളും 7 തരം പുട്ടുകളും 9 തരം ദോശകളും ടേസ്റ്റ് മന്ത്രയുടെ രുചിക്കൂട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും 3 കിലോമീറ്റർ പരിധിയിൽ ഫ്രീ ഹോം ഡെലിവറി സേവനവും ഗൃഹാതുരമായ അന്തരീക്ഷത്തിൽ കുടുംബസമേതം ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ വിവാഹം, ബർത്ത്ഡേ തുടങ്ങിയ ആഘോഷവേളകളിൽ കാറ്ററിംഗ് ഇവന്റ്സുമുണ്ട്. ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം പ്രകാരമുള്ള ISO സർട്ടിഫിക്കറ്റോടെയാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനം. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7400 രൂപ, പവന് 59,200 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3293 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാതയിലെ ആമ്പല്ലൂർ പുതുക്കാട് മേഖലയിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. ആമ്പല്ലൂർ സെന്റർ മുതൽ പുതുക്കാട് വരെ വാഹനങ്ങളുടെ നിര നീണ്ടു. പാലിയക്കര ടോൾ പ്ലാസയിൽ CPM പ്രതിഷേധം. കുന്നംകുളത്ത് 4ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥിക്ക് വൈദികനായ അധ്യാപകന്റെ ക്രൂരമർദ്ദനം. വൈദികനെതിരെ ജുവനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം പോലീസ് കേസെടുത്തു. വാടാനപ്പള്ളിയിൽ 16-കാരനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. റഷ്യയിൽ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന് മലയാളികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ അറസ്റ്റിലായ ഏജന്റുമാരെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തേക്കും. റഷ്യൻ പൌരത്വമുള്ള സന്ദീപ് തോമസ്, ചാലക്കുടി സ്വദേശി സുമേഷ് ആന്റണി, തയ്യൂർ സ്വദേശി സിബി എന്നിവരെയാണ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യലിന് വിധേയരാക്കുക. മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ ഏഴാറ്റുമുഖത്തെത്തിയ കാട്ടാനയെ കണ്ടെത്താനുള്ള വനപാലകരുടെ ശ്രമം തുടരുന്നു. ആനയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകാൻ ഡോക്ടർ അരുൺ സ്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തും. വെങ്കിടങ്ങ് കോൾച്ചാലുകളിൽ കനത്ത തോതിൽ ഉപ്പ് നിറഞ്ഞതോടെ കർഷകർ കൃഷിനാശ ഭീഷണിയിൽ. കനാലിൽ നിന്ന് ഉപ്പ് കലർന്ന വെള്ളം പടവിലേക്ക് കയറ്റരുതെന്ന് നിർദ്ദേശിച്ച് കൃഷിവകുപ്പ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.